Dear students, നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ മൊഡ്യൂൾ 1-ലെ നാലാമത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡാറ്റ ടൈപ്സ് അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, ഈ രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ ഓൾറെഡി സിയിലും C++ലും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡാറ്റ ടൈപ്സും ഓപ്പറേറ്റേഴ്സും. അപ്പം ജാവയിലും അതേ ഡാറ്റ ടൈപ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഓപ്പറേറ്റേഴ്സും സെയിം ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. അപ്പം എന്തായാലും നമ്മുടെ സിലബസിൽ പറയുന്നത് കൊണ്ട് നമുക്ക് ആ പോർഷന് ഇതിനകത്തൊന്ന് ടച്ച് ചെയ്ത് പോവാം, അത്ര മാത്രമേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് തന്നെയാണ്, അതുകൊണ്ട് ഇത് ജസ്റ്റ് വീഡിയോ കേൾക്കുക, അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക. ആദ്യം ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് റെപ്രസെന്റ് ദ ടൈപ്പ് ഓഫ് വാല്യൂ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. അതൊരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയുടെ ടൈപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിയിലാണെങ്കിൽ നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ എക്സ് എന്നുള്ള വേരിയബിളിനകത്തേക്ക് ഒരു ഇൻറ്റീജർ നമ്പറിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ ക്യാരക്ടർ വൈ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ വൈ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു ക്യാരക്ടർ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഇൻറ്റ് ക്യാർ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്സ് റെപ്രസെൻറ്റ്സ് ദ ടൈപ്പ് ഓഫ് വാല്യൂ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിൻ്റെ ടൈപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഈ ജാവയിൽ ഡാറ്റ ടൈപ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയും, രണ്ടാമത്തത് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയും. ജാവയിൽ ഡാറ്റ ടൈപ്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും. ആദ്യം നമുക്ക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്താ നോക്കാം. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഡാറ്റ ടൈപ്സ് ആണ്. ഇവിടെ റെഡ് കളറിൽ കാണുന്നതെല്ലാമാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ജാവയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സിയിലും CPPയിലും കണ്ട് പരിചയമുള്ള അതേ ഡാറ്റ ടൈപ്സ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വണ് ബൂളിയൻ. ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡാറ്റ ടൈപ്പാണ്. ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ ബിറ്റാണ് അതിൻ്റെ സൈസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ട്രൂ ഓർ ഫോൾസ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബൂളിയൻ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് ഒരു ബിറ്റാണ്. അപ്പോൾ ആ സിംഗിൾ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ അത് 1 ആണെങ്കിൽ ട്രൂ ആണെന്നർത്ഥം, അത് 0 ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും. രണ്ടാമത്തെ ഡാറ്റ ടൈപ്പാണ് ക്യാരക്ടർ, CHAR. ഇറ്റ് റെപ്രസെൻറ്റ്സ് ക്യാരക്ടർ ഇൻ യൂണിക്കോഡ്. ജാവയിൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിക്കോഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് 16 ബിറ്റാണ്. അപ്പോൾ സിയും C++ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആസ്കി കോഡാണ് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ജാവയിൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിക്കോഡായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 16 ബിറ്റ് വേണം ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ. സിയിലും CPPയിലൊക്കെ ഒരു ക്യാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 8 ബിറ്റാണ് അതിൻ്റെ സൈസ്. ജാവയിൽ ഒരു ക്യാരക്ടറിന് 16 ബിറ്റാണ് എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ കാരണം ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിക്കോഡ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. ഈ യൂണിക്കോഡിൽ ഓരോ ക്യാരക്ടറും 16 ബിറ്റായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അടുത്ത ഡാറ്റ ടൈപ്പാണ് ബൈറ്റ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 8 ബിറ്റുള്ള ഡാറ്റ ടൈപ്പാണ്, 8 ബിറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ സൈൻഡ് ഇൻറ്റീജർ നമ്പർ. അതായത് സൈനുള്ള ഇൻറ്റീജർ നമ്പർ, പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള വരുന്ന ഇൻറ്റീജർ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഷോർട്ട്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ അതും ഇൻറ്റീജർ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് 16 ബിറ്റാണ്. അപ്പം ബൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൈസ് കൂടുതലാണ് ഷോർട്ടിന്. മൂന്നാമത്തെ ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ്. ഇൻറ്റിൻ്റെ സൈസ് 32 ബിറ്റാണ്. 32 ബിറ്റാണ് ഒരു ഇൻറ്റീജർ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 32 ബിറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും, ആ വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഡാറ്റ ടൈപ്പാണ് ലോങ്. ലോങ്ങും ഉപയോഗിക്കുന്നത് ഇൻറ്റീജർ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൻ്റെ സൈസ് 64 ബിറ്റാണ്, 64 ബിറ്റ്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ ഈ 4 ഡാറ്റ ടൈപ്സ്, അതായത് ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ്, ഈ 4ഉം ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെ സൈസ് ഡബിൾ ആയിട്ടാണ് പോകുന്നത്. ബൈറ്റിന് 8 ബിറ്റാണ്,
ഷോർട്ട് ആണെങ്കിൽ അത് 16 ബിറ്റ് ആവും, ഇൻറ്റ് ആണെങ്കിൽ 32 ബിറ്റ് ആവും, ലോങ് ആണെങ്കിൽ 64 ബിറ്റ് ആവും. അപ്പോൾ നമുക്ക് ചെറിയ നമ്പറുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ ബൈറ്റ്, കുറച്ചുകൂടെ വലിയ നമ്പർ ആണെങ്കിൽ ഷോർട്ട്, അതിലും വലിയ നമ്പർ ആണെങ്കിൽ ഇൻറ്റീജർ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഏറ്റവും വലിയ നമ്പറുകളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോങ് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ലാസ്റ്റ് വരുന്ന രണ്ടെണ്ണം ഫ്ലോട്ടും ഡബിളും, അത് ഉപയോഗിക്കുന്നത് ഡെസിമൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലോട്ടിൻ്റെ സൈസ് 32 ബിറ്റും ഡബിളിൻ്റെ സൈസ് 64 ബിറ്റും ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡാറ്റ ടൈപ്സ് ഡെസിമൽ നമ്പേഴ്സിന് സ്റ്റോർ ചെയ്യാൻ. അപ്പം പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ വരുന്നത് മൊത്തം ഇത്രയും ഡാറ്റ ടൈപ്പുകളാണ്. ബൂളിയൻ ട്രൂ ഓർ ഫോൾസ് റെപ്രസെൻ്റ് ചെയ്യാൻ സൈസ് 1 ബിറ്റ്, ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സൈസ് 16 ബിറ്റ്, പിന്നെ ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ്, ഇത് നാലും ഇൻറ്റീജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈറ്റിൻ്റെ സൈസ് 8 ബിറ്റ്, ഷോർട്ട് 16 ബിറ്റ്, ഇൻറ്റീജർ 32 ബിറ്റ്, ലോങ് 64 ബിറ്റ്. ഫ്ലോട്ടും ഡബിളും ഡെസിമൽ നമ്പേഴ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിൻ്റെ സൈസ് 32 ബിറ്റും ഡബിളിൻ്റെ സൈസ് 64 ബിറ്റും. ഇത്രയാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്, അതല്ലെങ്കിൽ ബേസിക് ഡാറ്റ ടൈപ്സ്. അടുത്ത ഡാറ്റ ടൈപ്പ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ്, രണ്ടാമത്തെ. ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക് ഡാറ്റ ടൈപ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്ട്രിങ്, അറേ, ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻ്റർഫേസ്. അപ്പോൾ അതിനകത്ത് സ്ട്രിങ് നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നമ്മളൊരു സ്ട്രിങ് എന്ന് പറയുന്നത്. സിയിലൊക്കെ ആണെങ്കിൽ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ അറേ ആണ് യൂസ് ചെയ്തത്. ജാവയിൽ ഡയറക്റ്റ് ആയിട്ട് സ്ട്രിങ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് തന്നെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് സ്ട്രിങ് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ അറേസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി അറേ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് തന്നെ ഉണ്ട്, അത് നമുക്ക് ജാവയിൽ യൂസ് ചെയ്യാം. പിന്നെ വരുന്ന നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളാണ് ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻ്റർഫേസ്. ഇപ്പോൾ നമ്മൾ പേര് മാത്രം ഓർത്ത് വെക്കുക, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ വരുന്നത് സ്ട്രിങ്, അറേ, ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻ്റർഫേസ്. നെക്സ്റ്റ് നമ്മൾ ജാവയിലെ ഓപ്പറേറ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് നമ്മൾ സിയിലും CPP-യിലൊക്കെ പഠിച്ചതാണ്, ഓപ്പറേറ്റേഴ്സിൻ്റെ ഉപയോഗം പഠിച്ചതാണ്. ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതിയിട്ടുണ്ട്. അതേ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് നമ്മളിവിടെ ജാവയിൽ യൂസ് ചെയ്യുന്നത്, സിൻടാക്സിലൊന്നും വ്യത്യാസമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ആണ് സ്പെഷ്യൽ സിമ്പിൾസ്, ഒരു സിമ്പിളാണ് ദാറ്റ് പെർഫോംസ് സ്പെസിഫിക് ഓപ്പറേഷൻ ഓൺ ഓപ്പറൻസ്. ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സിമ്പിൾസ്, ആ സിമ്പിൾസിനാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന ഡാറ്റേനെ പറയുന്ന പേരാണ് ഓപ്പറാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഓപ്പറാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറാൻഡ്സ് ആർ ദ ഡാറ്റ ഓൺ വിച്ച് ദ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഡാറ്റേനെ പറയുന്ന പേരാണ് ഓപ്പറാൻഡ്സ്. അപ്പോൾ ഓപ്പറേറ്റർ എന്താണെന്ന് പഠിച്ച് ഓപ്പറാൻഡ് എന്താണെന്ന് പഠിച്ച്. ഓപ്പറേറ്റർ ആ സിമ്പിളാണ്, ഓപ്പറേറ്റർ പെർഫോം ഒരു ഓപ്പറേഷൻ നടത്തുന്ന ആ ഡാറ്റേനെ പറയുന്ന പേരാണ് ഓപ്പറാൻഡ്സ്. ഓക്കെ, ഇനി ഓപ്പറേറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ ജാവയിൽ 6 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ദെൻ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, യൂണറി ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ദെൻ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇത്രയാണ് 6 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇതെല്ലാം നിങ്ങൾ സിയിൽ പഠിച്ച സെയിം അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് നമ്മൾ അത് ജാവയിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് വരുന്ന ഓരോ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമുക്കറിയാം, അതിൻ്റെ സിമ്പിൾ ഈക്വൽ ടു. അതിൻ്റെ യൂസ് എന്താ? ഇറ്റ് അസൈൻസ് എ വാല്യൂ ഓൺ ദ റൈറ്റ് ടു ദ ഓപ്പറാൻഡ് ഓൺ ദ ലെഫ്റ്റ്. അതായത് ഇപ്പോൾ ഇൻറ്റ് മാർക്ക് ഈക്വൽ ടു 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 45 എന്ന് പറയുന്ന ഇൻറ്റിജർ നമ്പറിനെ ഈ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്ററിന് പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതുപോലെ ഈ ഗ്രേഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് എ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാരക്ടർ ഗ്രേഡ് ഈക്വൽ ടു സിംഗിൾ കോട്ടിൽ എ എന്ന് കൊടുത്താൽ, അപ്പോൾ എ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഗ്രേഡ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഒരു വാല്യൂ
ഒരു വേരിയബിളിലേക്ക് ഒരു ഓപ്പറാൻഡിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. അതൊക്കെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്? അഡീഷൻ, അതായത് പ്ലസ് യൂസ്ഡ് ഫോർ അഡീഷൻ, മൈനസ് യൂസ്ഡ് ഫോർ സബ്ട്രാക്ഷൻ, സ്റ്റാർ യൂസ്ഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, സ്ലാഷ് യൂസ്ഡ് ഫോർ ഡിവിഷൻ, ആൻഡ് പെർസെൻറ്റേജ് യൂസ്ഡ് ഫോർ മോഡുലസ് ഓപ്പറേഷൻ. മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം, അതായത് റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ജാവയിൽ വരുന്ന അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ദീസ് ഓപ്പറേറ്റേഴ്സ് യൂസസ് ഓൺലി വൺ ഓപ്പറൻറ്റ്. ഇതിൽ ഒരു ഓപ്പറൻറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച പ്ലസ്സിലൊക്കെ എ പ്ലസ് ബി, അപ്പോൾ രണ്ട് ഓപ്പറൻസ് ഉണ്ടാവും. പ്ലസിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് ഓരോ ഓപ്പറൻസ് ഉണ്ടാവും. അതിന് പറയുന്ന പേര് ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുക. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഓപ്പറാൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഓപ്പറേറ്ററിൻ്റെ സിമ്പിളും ഒരു ഓപ്പറാൻറ്റും. യൂണറി ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, അതൊക്കെ അതിനകത്ത് വരുന്നത് പ്ലസ് എന്ന് പറയുന്നത് അഡീഷൻ്റെ പ്ലസ് അല്ല, ഇത് യൂണറി പ്ലസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് പോസിറ്റീവ് വാല്യൂ. ഇപ്പോൾ ഒരു നമ്പർ പോസിറ്റീവ് ആണെന്ന് കാണിക്കുക, അതായത് പ്ലസ് 120. അതിൻ്റെ അർത്ഥം 120 എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് നമ്പറാണെന്ന് അർത്ഥം. ഓക്കെ, അതേപോലെ മൈനസ്, യൂണറി മൈനസ് എന്ന് പറഞ്ഞാൽ ടു ഇൻഡിക്കേറ്റ് നെഗറ്റീവ് വാല്യൂ. ഇപ്പോൾ ഒരു നമ്പർ നെഗറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് -25 എന്ന് പറയുകയാണെങ്കിൽ ആ നമ്പർ നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ഓപ്പറൻറ്റ് ഉണ്ടാവുള്ളൂ. മൈനസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്ററും പിന്നെ അതിൻ്റെ കൂടുതൽ ഒരു 25 എന്ന് പറഞ്ഞ നമ്പറും. അപ്പോൾ അത് ഒരു ഓപ്പറൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ പ്ലസ് നമുക്കറിയാം, സിയിലും CPPയിലൊക്കെ നമ്മൾ ലൂപ്പിനകത്ത് യൂസ് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഒരു 1 വെച്ചിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ++i അല്ലെങ്കിൽ i++ എന്നൊക്കെയാണ് കൊടുത്തിരുന്നത്. അത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. അതേപോലെ 1 വെച്ചിട്ട് ഡിക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് അതിനെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ i അല്ലെങ്കിൽ -i രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. അതുപോലെ ഈ എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതിന് പറയുന്ന പേരാണ് നെഗേഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. നെഗേഷൻ ഓപ്പറേറ്ററിൻ്റെ ഉപയോഗം ഒരു കണ്ടീഷനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്: പ്ലസ്, മൈനസ്, പ്ലസ്, മൈനസ്, ദെൻ എക്സ്ക്ലമേഷൻ, നെഗേഷൻ ഓപ്പറേഷൻ. നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു കമ്പയർ ടു ഓപ്പറാൻഡ്സ്. രണ്ട് ഓപ്പറാൻഡ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റർ ലെസ് ദാൻ, ഒരു രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഒരു വേരിയബിൾ അടുത്ത വേരിയബിളിനേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ ഓപ്പറേറ്റർ. ദെൻ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ പോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദെൻ ഡബിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ കമ്പാരിസണിന് വേണ്ടിയിട്ടാണ്. ഒരു സിംഗിൾ ഈക്വൽ ആണെങ്കിൽ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ x=y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഈക്വൽ ടു ആണുള്ളത്. ഒരു ഈക്വൽ ടു ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എക്സിലേക്ക് സ്റ്റോർ ചെയ്യാം. നേരെ മറിച്ച് x=y എന്നാണെങ്കിൽ എക്സും വൈയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കമ്പാരിസന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു റിലേഷണൽ ഓപ്പറേറ്ററായിട്ട് മാറി. അത് കമ്പാരിസന് വേണ്ടിയിട്ടാണ് =, ദെൻ നോട്ട് ഈക്വൽ ടു എന്നുള്ളതിൻ്റെ സിമ്പിളാണത് എക്സ്ക്ലമേഷൻ മാർക്ക്, ദെൻ ഈക്വൽ ടു. പല ലാംഗ്വേജിലും നോട്ട് ഈക്വൽ ടുവിന് സിമ്പിൾ വ്യത്യാസമുണ്ട്. ചില ലാംഗ്വേജിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഒരുമിച്ചിട്ട് കഴിഞ്ഞാലാണ് നോട്ട് ഈക്വൽ ടു. ജാവയിൽ നോട്ട് ഈക്വൽ ടു റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക്, ദെൻ ഈക്വൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. അടുത്തത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ ഇതിനെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നും പറയും. ഇതിൻ്റെ ഉപയോഗം രണ്ട് കണ്ടീഷൻസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ, അത് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിമ്പിൾ രണ്ട് ആംപർസെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇഫ് x=y ആൻഡ് x=z, അങ്ങനെ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ രണ്ട് കണ്ടീഷനും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓർ ഓപ്പറേറ്ററും ലോജിക്കൽ ഓർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ രണ്ട് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പൈപ്പ് ഓപ്പറേറ്റർ എന്നാണ് പറയാം. രണ്ട് സിമ്പിൾ യൂസ് ചെയ്യാം. ദെൻ നോട്ട് കണ്ടീഷൻ, ലോജിക്കൽ നോട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഇത് മൂന്നും നമ്മൾ ലോജിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും പറയും. ലാസ്റ്റ് വരുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അപ്പം ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 8 ബിറ്റ് നമ്പർ ആണെങ്കിൽ ആ 8 ബിറ്റ് നമ്പറിൻ്റെ ഓരോ ബിറ്റായിട്ട് എടുത്തിട്ട് ഒരു അരിത്മാറ്റിക് ഓപ്പറേഷനോ ലോജിക്കൽ ഓപ്പറേഷനോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ട് ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ ആ രണ്ട് ഓപ്പറാൻഡിൻ്റെ ഓരോ ബിറ്റായിട്ട് എടുത്തിട്ട് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത് പ്രധാനമായിട്ടും ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് വന്ന് ആംപർസൻഡ്, ആൻഡ്. ഇതൊരു സിംഗിൾ ആംപർസൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗിൾ ആംപർസൻഡ് മാത്രമാണെങ്കിൽ അതൊരു ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്ററാണ്. ഈ രണ്ട് ആംപർസൻഡ് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് കണ്ടീഷൻ, അതായത് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എക്സ് ആൻഡ് വൈ എന്നാണെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റയുടെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും, വൈ എന്ന് പറഞ്ഞ ഡാറ്റനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനകത്തുള്ള ഓരോ ബിറ്റായിട്ട് എടുത്തിട്ട് അതിനെ ആൻഡ് ഓപ്പറേഷൻസ് നടത്തും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സിംഗിൾ ആംപർസൻഡ് യൂസ് ചെയ്യുന്നത്. ഇത് അതുപോലെ ഓർ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ആയിട്ട് ഓരോ ഓപ്പറൻറ്റിനെ ബിറ്റായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഓർ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് എക്സോർ ഓപ്പറേഷൻ, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ഫംഗ്ഷനാണ് ഈ സിമ്പിൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ക്യാപ്പ് സിമ്പിൾ എന്നാണ് പറയാം. എക്സോർ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് ടിൽഡ് സിമ്പിൾ എന്ന് പറയും. ഇത് യൂസ് ചെയ്യുന്നത് കോംപ്ലിമെൻറ്റ്, വൺസ് കോംപ്ലിമെൻ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ടിൽഡ് സിമ്പിൾ. ദെൻ ലെഫ്റ്റ് ഷിഫ്റ്റ്, രണ്ട് ലെസ് ദാൻ ആരോ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ ഇടയിൽ സ്പേസ് ഇടരുത്, രണ്ട് ലെസ് ദാൻ ആരോ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയാം. ഈ രണ്ട് ഗ്രേറ്റർ ദാൻ ആരോ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്നും പറയും. അപ്പോൾ ഇത്രയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആംഡ്, സിംഗിൾ ആംപർസൻഡ്, ഓർ, ക്യാപ്പ് സിമ്പിൾ എക്സോറിൻ്റെ ആണ്. ദെൻ ടിൽഡ് സിമ്പിൾ കോംപ്ലിമെൻറ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് രണ്ട് ലെസ് ദാൻ ആരോ, റൈറ്റ് ഷിഫ്റ്റ് രണ്ട് ഗ്രേറ്റർ ദാൻ ആരോ. ഓക്കെ, ഇത്രയും ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ജാവയിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സും അതുപോലെ തന്നെ ജാവയിലെ ഓപ്പറേറ്റേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യാം. ദെൻ അതിനുശേഷം ഇത് നമ്മളെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. താങ്ക് യു.